യുഎസിന്റെ താരിഫ് ഉപരോധ ഭീഷണികൾക്കിടയിലും ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ വൻ വർധനവ്. 2025 നവംബറിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി 6 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം 2025 നവംബറിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് 7.7 ദശലക്ഷം ടൺ എണ്ണ ഇറക്കുമതി ചെയ്തു. അത് ആ മാസത്തെ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 35.1%. വാർഷിക ഇറക്കുമതിയിൽ 11.1% വർധനയുണ്ടായി. റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിൽ നിന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. അതേസമയം ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറഞ്ഞു. എണ്ണ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വാർഷികാടിസ്ഥാനത്തിൽ ഏകദേശം 8.6% കുറഞ്ഞ് 4.25 ദശലക്ഷം ടണ്ണായി. അതുപോലെ ഉൽപ്പന്ന കയറ്റുമതി മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.7% കുറഞ്ഞ് 5.25 ദശലക്ഷം ടണ്ണായി. അതേസമയം റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പുതിയ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ തുടർന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുമേൽ കടുത്ത നികുതി ചുമത്തുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തനിക്ക് വലിയ കാര്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ തന്റെ അപ്രീതി എത്രത്തോളമാണെന്ന് മോദിക്ക് അറിയാമെന്നും ട്രംപ് പറയുന്നു. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ സഹായിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തീരുവ വർദ്ധിപ്പിക്കും. മോദി ഒരു നല്ല മനുഷ്യനാണ്, എങ്കിലും ഞാൻ സന്തുഷ്ടനല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ റഷ്യയുടെ യുദ്ധത്തിന് ഇന്ത്യ പണം നൽകുന്നു എന്നാണ് ട്രംപ് ഭരണകൂടം ആരോപിക്കുന്നത്. റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിയന്ത്രിച്ചില്ല എങ്കിൽ ഏത് നിമിഷവും ഇന്ത്യക്കുമേൽ വ്യാപാര നികുതി ഉയർത്താൻ മടിക്കില്ല എന്ന ഭീഷണിയും അദ്ദേഹം മുഴക്കി. നിലവിൽ ചില ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 50% വരെ നികുതി യുഎസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര ചർച്ചകൾക്കിടയിലാണ് തീരുവ ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവനയും വന്നിരിക്കുന്നത്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും ഇന്ത്യ ഇനി അത് വാങ്ങില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പു നൽകിയതായി ട്രംപ് അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഇന്ത്യ ഈ അവകാശവാദം നിഷേധിച്ചു. ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നുവെന്നും അതിനാൽ താരിഫ് ഉയർത്തുമെന്നും ട്രംപ് പ്രസ്താവിച്ചു. കഴിഞ്ഞ വർഷം തുടക്കം മുതൽ റഷ്യൻ എണ്ണ വിഷയത്തിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ നിലപാട് ഇന്ത്യ യുഎസ് ബന്ധങ്ങളെയും ബാധിച്ചു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ വളരെ കാലമായി സ്തംഭിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പുതിയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യ ഇന്ത്യയുടെ വിശ്വസ്ത സഖ്യകക്ഷിയും പ്രധാന എണ്ണ വിതരണക്കാരുമാണ്. ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ ലഭിക്കുന്നു. ഇത് സാമ്പത്തികമായി അവർക്ക് ഗുണം ചെയ്യും. മറുവശത്ത് എണ്ണ വിറ്റാണ് റഷ്യ ഉക്രൈനിൽ യുദ്ധം ചെയ്യുന്നതെന്ന് ട്രംപ് പറയുന്നു. അതിനാൽ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്നാണ് ട്രംപിന്റെ ആവശ്യം. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രസിഡന്റ് സ്ഥാനമേറ്റ ശേഷം ട്രംപ് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളോട് തന്റെ കോപം പ്രകടിപ്പിക്കുകയാണ്. കനത്ത തീരുവ ചുമത്തി ട്രംപ് ഇതിനകം തന്നെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സാമ്പത്തികമായി ഗുണം ചെയ്യുന്നതിനാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ നികുതി ഏർപ്പെടുത്തിയ യുഎസ് നടപടി ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിരുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം ജനതയുടെ ക്ഷേമത്തിനായി കുറഞ്ഞ നിരക്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നടപടി ആഗോളതലത്തിൽ തന്നെ ചർച്ചയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം തകരാതിരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യ സജീവമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.